ഹലോ, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷം അറിഞ്ഞാലോ? അപ്പോൾ നമ്മുടെ വിശ്വത്തിനെ എന്തായാലും ജയിലിൽ നമ്മുടെ ശ്രീകാന്തും ടീമും കൂടെ ചേർന്നിട്ട് വിശ്വത്തിനെ എന്തായാലും ജയിലിൽ അടച്ചു. അപ്പോൾ ഇനി വിശ്വത്തിനെ ഇറക്കാനായിട്ട് എന്തായാലും മാഷ് ഇറങ്ങിയിട്ടില്ല, നമ്മുടെ വിക്രം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വേദ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഇതെന്ത് ചെയ്യണമെന്നും എങ്ങനെ വിശ്വത്തിനെ പുറത്തിറക്കണമെന്നുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളൊന്നും അതോർത്ത് വിഷമിക്കേണ്ട. കാര്യം സ്വന്തം ഏട്ടൻ്റെ കമ്പനിയിലാണല്ലോ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കേസ് വന്നതും ആ പേരിൽ നമ്മുടെ വിശ്വത്തിനേക്ക് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ വേദ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുടെ മുന്നിലും ഞാൻ വേണ്ടുന്നത് ചെയ്തോളാം എന്ന് പറഞ്ഞ് വേദ നേരെ ഇറങ്ങി പോകുന്നത് നമ്മുടെ ശ്രീകാന്തിനെ കാണാനാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഓഫീസിലെത്തി. അപ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ വേദയെ കണ്ടല്ലോ, മാഡം എന്താ ഇങ്ങോട്ട്, ശ്രീയേട്ടനെ കാണാൻ വന്നതാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾക്ക് വേദയോട് ഒരുപാട് കടപ്പാടുണ്ട്. എന്താ വെച്ചാൽ കുട്ടിയുടെ കാര്യത്തിൽ വേദ എന്തോ ഒരു സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അത് ഇന്നും അവർക്ക് ആ ഒരു കടപ്പാട് അവർ ഓർത്ത് അയാൾ പറയുന്നുണ്ട്. അപ്പം ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കണമെന്നൊക്കെ വേദ തിരക്കിയിട്ട് നേരെ ശ്രീയേട്ടൻ ഉണ്ടോ, അപ്പോൾ ക്യാബിനിലുണ്ടെന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. അകത്തേക്ക് വരാമോ എന്ന് ചോദിച്ചിട്ടാണ് വേദ അകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ അതെന്താടി പതിവില്ലാണ്ട് ഒരു അകത്തോട്ട് വന്നോട്ടെ എന്നൊക്കെ ഒരു പെർമിഷൻ, അല്ല പതിവില്ലാത്ത പലതുമാണല്ലോ ശ്രീയേട്ടൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേദ കാര്യത്തിലോട്ട് അങ്ങ് കടക്കുകയാണ്. വലിയ മുഖവുരയൊന്നും ഇട്ടില്ല. വന്ന കാര്യം ഇത്രയേ ഉള്ളൂ, എന്തിനാണ് വിക്രമിൻ്റെ കുടുംബത്തിനെ എൻ്റെ പേരിൽ ശ്രീയേട്ടൻ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഇനിയും അത് ചെയ്യും. അതേടി, ഞാൻ കള്ളക്കേസ് ഉണ്ടാക്കി വിശ്വത്തിനെ അതിനകത്ത് ജയിലിനകത്ത് ആക്കിയത് തന്നെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ നീ പോയി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നീ കുറച്ചൊക്കെ ഒന്ന് അടങ്ങി അഹങ്കാരം കുറച്ച് ഞാനും അച്ഛനും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതത്തിലോട്ട് നീ വന്നേക്കണം. ഓ, അതായിരുന്നോ ലക്ഷ്യം? ഒരിക്കലും നിങ്ങൾക്ക് നടക്കാൻ പോകാത്തൊരു ലക്ഷ്യമാണ്. എനിക്ക് ശരി എന്ന് തോന്നുന്ന മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ആണുങ്ങളുടേതായിട്ടുള്ളൊരു ഹുങ്ക് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, അതിപ്പം ഏട്ടനാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, സ്വന്തം ഭർത്താവാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും എന്ന് വേദ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. അതായത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ കള്ളക്കേസ് കുടുക്കി ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തത് തന്നെയാണ്. നീ എന്ത് വിചാരിച്ചു എൻ്റെ കമ്പനിയിൽ പിന്നെ വിശ്വത്തിന് ജോലി കൊടുത്ത് എന്തിനാന്ന്? അവനെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കുടുംബത്തെയും ഞാൻ എത്രത്തോളം ഹരാസ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. ഒടുവിൽ സഖി കേട്ട് വിക്രം നിന്നെ കൊണ്ടുവന്നാക്കും. ആ ഒരു ലക്ഷ്യം എനിക്കുണ്ടെന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയാണ്. എന്നാൽ അത് തെറ്റിപ്പോയി. നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, അത് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെല്ലുവിളി ഏത് രീതിയിലാണ് തിരിച്ചടിയായിട്ട് നിങ്ങൾക്ക് വരുന്നതെന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളാൻ പറയുന്നുണ്ട്. വേദ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാര്യം ശ്രീകാന്ത് രണ്ടും കൽപ്പിച്ച്, അതായത് ശ്രീകാന്ത് പറയുന്നത് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഒതുങ്ങി കൂടണം പെണ്ണുങ്ങൾ. ആ ചേട്ടനോ അച്ഛനോ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയണം. നീ ഇപ്പോഴാണെങ്കിലും നീ ഇങ്ങനെ വന്നോടി മോളെ, നിൻ്റെ 2 കൈയിൽ നീട്ട് ഞാനും എൻ്റെ അച്ഛനും സ്വീകരിച്ച് നിനക്ക് നല്ലൊരു ജീവിതം തരും. അവനെ പോലെയുള്ള വെറും തേർഡ് റേറ്റ് ഒരു ഗുണ്ടയുടെ കൂടെ കഴിയാനുള്ളതല്ല നിൻ്റെ ജീവിതം എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും വേദ മറുപടി കൊടുക്കുന്നില്ല. വേദ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കുകയാണ്. ശ്രീകാന്ത് പറ്റുന്നത്രയും പറയുന്നുണ്ട്. അതായത് വിക്രമിനെ എത്രത്തോളം തരം താഴ്ത്തി പറയാൻ പറ്റുമോ അത്രയും തരം താഴ്ത്തി തന്നെയാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരു വിദ്വേഷം, നിങ്ങളൊരു ആങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റിയത്. ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി, ഇതിൽ ജഡ്ജസ് ശങ്കരനാരായണനും കൂടെ പങ്കുണ്ടോ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടാണോ? അച്ഛൻ്റെ മനസ്സനുസരിച്ച് തന്നെയാണടി ഞാൻ നിന്നോട് പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതല്ല. എന്തായാലും അച്ഛൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. അച്ഛൻ വരുമ്പോഴേക്കും നിൻ്റെ വിക്രമിൻ്റെ ഏട്ടനെ എനിക്ക് എത്രത്തോളം കോടതിയിൽ കയറ്റി ജയിലിലാക്കാൻ പറ്റും ആ കൊടും ക്രൂരെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറഞ്ഞു, എന്തായാലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒരു വഴക്കിട്ട മട്ടിൽ ഒരു വെല്ലുവിളി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് വരാണ്, വേദ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് വിക്രം നേരെ പോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ശ്രീനി സാറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീനി സാറിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ശ്രീനി സാർ അപ്പം തന്നെ SIയെ വിളിച്ചായിരുന്നു. അപ്പോൾ SI പറഞ്ഞ സാറ് കുറച്ച് മുന്നേ വിളിച്ചിരുന്നു എങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കാരണം വെച്ചാൽ ഞാനിപ്പോൾ അത് കേസ് എഴുതി പിടിപ്പിച്ചത് ഇച്ചിരി ആ രീതി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ശ്രീനി സാറ് പറയുന്നുണ്ട്, ഇതെന്തായാലും ശ്രീകാന്തിൻ്റെ കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ഇത് വിശ്വത്തിനെ കുരുക്കാൻ വേണ്ടി വിക്രമൻ
നിനക്ക് വരുന്ന പണിയാണിത്, പക്ഷേ അത് വിശ്വത്തിനെ വെച്ച് മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ അവസ്ഥയാണെങ്കിൽ മാഷ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം വേദയും പോയിട്ടുണ്ട്, വിക്രമും പോയിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ശ്രീജ ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ വിശ്വേട്ടൻ ഇന്ന് ഒരു ദിവസം ജയിലിൽ കിടക്കുക, നാളെ കോടതിയിലെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണേ അച്ഛാ, കാര്യം വിശ്വേട്ടനെ കൊണ്ട് പറ്റില്ല, അത്രയ്ക്കും പാവമാണ് എൻ്റെ വിശ്വേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീജ കരയാണ്. കാരണം ശ്രീജയ്ക്ക് അറിയാം വിശ്വത്തിനെ കൊണ്ട് അത്രയും വലിയൊരു 10 ലക്ഷം രൂപയൊക്കെ കണ്ടാൽ വിശ്വം തലകറങ്ങി വീഴും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരാളുടെ ഒരു 10 രൂപ പോലും വിശ്വം എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വിശ്വമാണെങ്കിലും ശ്രീജയാണെങ്കിലും അതിലേക്ക് മുതിരാറില്ല. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, എന്തായാലും ശ്രീജ നിൽക്ക്, വേദ പോയിട്ടുണ്ടല്ലോ, വിക്രമും പോയിട്ടുണ്ട്, എന്താ പറഞ്ഞേന്ന് നോക്കട്ടെ. പിന്നെ വിക്രമിനോട് മാഷ് പോകുന്നതിന് മുന്നേ പറഞ്ഞു, നീ വലിയ അന്വേഷണത്തിനൊന്നും പോകണ്ട, കാര്യം നീ പോയി ചേരുന്ന ഓരോ കൊടുംക്രൂരതകളെ ഏത് രീതിയിലാണ് തിരിച്ചു പറഞ്ഞതെന്നുള്ളത് എനിക്ക് പറ്റില്ല, അനുഭവിക്കാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല. കാരണം വിശ്വം ഒന്നിലേക്ക് പോയാൽ അവിടെ അടിയും പിടിയും ഉണ്ടാക്കിയല്ലാണ്ട് വിശ്വം ഒരു പരിപാടി ചെയ്യില്ല. അതുകൊണ്ട് നീ ഇത്രയും നാൾ കുടുംബത്തിന് വേണ്ടി ചെയ്ത് തന്നത് എന്നെ വലിയ ഉപകാരമെന്ന് മാഷ് പറഞ്ഞാണ് വിക്രമിനെ വിട്ടത്. അപ്പോൾ ശ്രീനി സാറിൻ്റെ അഭിപ്രായത്തിൽ ശ്രീനി സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ ശ്രീകാന്ത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ പതുങ്ങി കിടക്കുന്ന അണലി പോലെയാണ് ശത്രുക്കൾ. അതുകൊണ്ട് നീ ഇപ്പോൾ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട, നമുക്ക് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ഇത് നീക്കിയാൽ മതിയെന്ന് നമ്മുടെ ശ്രീനി സാറ് വിക്രമിനെ പറയുന്നുണ്ട്. പക്ഷേ വിക്രം അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വിക്രമിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് വിക്രം ബൈക്ക് കൊടുത്തുകൊണ്ട് ശ്രീനി സാറിൻ്റെ അടുത്ത് ഒന്നും പറയാണ്ട് പോവാണ്. അപ്പം ശ്രീനി സാറ് വിളിക്കുന്നുണ്ട്, വിക്രം നീ എങ്ങോട്ടാണ്, നിൽക്കുക, വിക്രം പറയുന്ന കേൾക്കുക, നീ എടുത്ത് ചാടി അവിവേകം ഒന്നും കാണിക്കരുത് എന്ന് ശ്രീനി സാറ് ആവർത്തിച്ച് വിക്രമിനോട് പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം എങ്ങോട്ടോ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെയും വിനായകനെയാണ്. വിനായകനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട്, എന്ന് വെച്ചാൽ വിനായകന് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ ആ കമ്പനിയിൽ കാര്യം വിനായകൻ പറഞ്ഞിട്ടാണ് ജോലി റെഡിയാക്കി കൊടുത്തു എന്നുള്ളതൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിലും വിശ്വേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്നുള്ളത് ഒരിക്കലും അത് എന്ന് വെച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥ എന്താണ് എങ്ങനെയാണെന്നുള്ളത്, ഇത്രയും വലിയൊരു കെണി ഒരിക്കലും വിശ്വേട്ടന് വരണമെന്ന് അങ്ങനെ വിനായകൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് വിനായകന് പണങ്ങൾ കൊടുത്ത് പലരും ആ ഒരു രീതിയിൽ വിനായകനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് വിശ്വത്തിനെ അവിടെ കയറ്റിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ശ്രീകാന്തിനെ കളിക്കാൻ വേണ്ടിയിട്ട്, വിക്രമിനെതിരെ ആ കുടുംബത്തിനോട് കളിക്കാൻ വേണ്ടിയിട്ട്. അവസാനം വിനായകന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, ആകെ ടെൻഷൻ. അപ്പം നന്ദിനി ചോദിക്കുന്നുണ്ട്, ഇത് കണ്ട നിങ്ങൾ ഏതാണ്ടോ ചെയ്തിട്ടാണ് വിശ്വേട്ടൻ അവിടെ പോയി കിടക്കണേന്ന്. അല്ലടി, എന്നാലും ആ കമ്പനിയിൽ ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ അത് ശ്രീകാന്ത് സാറിൻ്റെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വേട്ടനെ അങ്ങോട്ട് ആക്കി എന്നുള്ളതാണല്ലോ. പിന്നെ അങ്ങനെയൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അവരുടെ അടുത്ത് നമുക്കറിയില്ല, ഏതോ സേട്ടിൻ്റെ എന്നല്ലേ പറഞ്ഞേക്കണേ, ഇനി അത് തിരുത്താനും മറ്റും നിങ്ങൾ നിൽക്കണ്ടെന്ന് നമ്മുടെ നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിനായകൻ്റെ ഫോണിലൊരു കോള് വരെയാണ്. അപ്പോൾ കോൾ എടുത്തപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛനാണ്. അപ്പോൾ പറയുന്നുണ്ട്, എടോ എന്തായാലും തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അതെന്താ സാറെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല അതിന് മുന്നേ തന്നെ വിനായകൻ പറയുന്നുണ്ട്, സാറേ ഇതെനിക്ക് ശ്രീകാന്ത് സാറിൻ്റെ കമ്പനി ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, വിശ്വേട്ടൻ ആകെ ഒരു കുടുക്കിപ്പെട്ടൊക്കെയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എടോ താൻ ചെയ്ത വേറൊരു ഉപകാരം കൂടെ ഉണ്ട്, താൻ ഒരു ചിട്ടിയിൽ ചേരുന്ന ഫ്ലാറ്റ് മേടിക്കുന്ന കാര്യം പറഞ്ഞ് ഒരു പേപ്പറിൽ വിശ്വത്തിൻ്റെ ഒരു സൈൻ മേടിച്ചു തന്നല്ലോ, അതെന്തായാലും ഉപകാരമായി. അത് ഫ്ലാറ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അഡ്വാൻസ് തരാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ വിശ്വം എടുത്ത് എന്ന് ഞങ്ങൾ ഈ ഒരു പ്രൂഫ് കൊണ്ട് കോടതിയിൽ വരുത്തി തീർക്കും. എൻ്റെ വിനായകനപ്പോൾ പറയാം, എൻ്റെ പൊന്ന് സാറേ അങ്ങനെയൊന്നും ചെയ്യില്ല, ആ പാവം അതിനേക്കുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, അത്രയും വലിയ ക്രൂരത അതും ഞാൻ കാരണം, അതൊക്കെ കോടതി വന്നു കഴിയുമ്പോൾ അത് ഞാനാണ് ഇത് ഒപ്പിട്ട് മേടിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഞാനും ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം, ദയവ് ചെയ്ത് സാറ് ആ പാവത്തിനെ അങ്ങനെ കുരുക്കല്ലേ. അപ്പോൾ എടോ താനേ വലിയ ഇതൊന്നും ആക്കണ്ട, താൻ മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്കിതൊന്നും അറിഞ്ഞുകൂടാ എന്ന ഭാവത്തിൽ അങ്ങ് അഭിനയിച്ചാൽ മതി, എന്തായാലും താൻ ചെയ്തു എന്നത് നല്ലൊരു കാര്യമാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ കോൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിനിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദിനിക്ക് ആകെ ഒരു ടെൻഷൻ ആവുകയാണ്. എന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിനും ഈ വിനായകൻ ചെന്ന് പെട്ടിട്ടുമുണ്ട്. അവസാനം ഇത് കേസും കോടതിയൊക്കെ ആയി വരുമ്പോൾ ഈ ഒപ്പിട്ട് മേടിച്ച കേസൊക്കെ എന്തായാലും തെളിയും. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊക്കെ മനസ്സിലാവും വിനായകനാണ് ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സിമ്പതി തോന്നാൻ എന്താ ഇപ്പോൾ കാരണം? ഇത്രയും നാളും പൈസ മേടിച്ച് പലതും ചെയ്ത സമയത്തൊന്നും ഈ ഒരു സിമ്പതിയൊന്നും കണ്ടില്ലല്ലോ, അന്ന് ചേട്ടനൊന്നും ഓർത്തില്ലേ?
ഇടി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടപ്പിറപ്പല്ലേ ഇടി ജയിലിൽ പോയി കിടക്കുന്നത്. ഓ പൈസ മേടിച്ച് ഓരോന്ന് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, അന്നേരം കൂടപ്പിറപ്പും ഇല്ല ആരുമില്ല. അവിടെ വലിയ വർത്താനൊന്നും പറയണ്ടേ, മറ്റുള്ളവർക്ക് സംശയം തോന്നാണ്ട് നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുക, ഇങ്ങനെ അമിങ്ങി റൂമിനകത്ത് തന്നെ ഇരുന്നാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നും എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് പോവാണ്. അപ്പോൾ ആകെ എല്ലാവരും ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദിനിയും വിനായകനും അതുപോലെ ശ്രീജയും അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതെന്താവും, നമ്മുടെ വിശ്വത്തിന് ജാമ്യം കിട്ടുമോ? എന്തായാലും മാഷ് പറയുന്നുണ്ട് വേദ പോയിട്ട് പറയട്ടെ, വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. അപ്പോൾ നന്ദിനി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുത്തു കൊടുക്കുകയാണ്. ഇതിനെല്ലാം കാരണം വേദ തന്നെയാണ്. കാര്യം വിക്രം അത്ര നല്ലവനെന്നല്ല, അവ ഓരോ ഏടകൂടങ്ങളിൽ ചെന്ന് ഒപ്പിക്കണമെങ്കിലും കുടുംബത്തിൽ ഇത്രയും നാളും പ്രശ്നമില്ലായിരുന്നു. എവളെന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തൊട്ടാണ് ഈ കുടുംബത്തെ പ്രശ്നമെന്ന് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല, മാഷ് ഒന്ന് നോക്കുന്നുണ്ട് നന്ദിനീനെ. എന്നിട്ട് നന്ദിനി അപ്പോൾ കമല പറയുന്നുണ്ട്, നന്ദിനി നീ ഒന്ന് നിർത്താവോ, വിശ്വ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ള വഴി ആലോചിക്കട്ടെ. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇനിയെങ്കിലും നോക്കിയും കണ്ട് ഓരോന്നും ചെയ്യുക, വരാനുള്ളത് വന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീജയനെ വടക്ക് പറയുന്നുണ്ട്. ശ്രീജയ ഇട്ടത്തേക്ക് സമാധാനം ആയില്ലേ എന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശ രംഗം നമ്മുടെ പവിത്രത്തിൽ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോക്കെ ഒന്ന് കാണുക. ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇനി വേദ രംഗത്തിറങ്ങി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും വിക്രം ഇന്ന് ആ ബൈക്ക് കൊടുത്തോണ്ട് എങ്ങോട്ടാണ് ഇനി പോയത്, വിക്രം നേരെ പോണത് ശ്രീകാന്തിനെ കാണാനാണ്. ഇനി ഈ കേസ് വാദിക്കാനായിട്ട് ഇനി പോകുന്നത് നമ്മുടെ വേദയാണ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൊക്കെ കലക്കൻ എപ്പിസോഡുകളായിരിക്കും. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ പ്രൊമോ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.